ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ കോൺകോഴ്സ് ഡി പ്രവർത്തനം ആരംഭിച്ചു. കോൺകോഴ്സ് ഡി തുറന്നതോടെ പ്രതിവർഷം 9 കോടി യാത്രക്കാരെ ഉൾക്കൊള്ളാനുള്ള സൗകര്യമായി. $120 കോടി ചെലവിൽ നിർമ്മിച്ച കോൺകോഴ്സ് കൂടി തുറന്നതോടെ 70-ലേറെ രാജ്യാന്തര വിമാന സർവീസുകളെ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയും വിമാനത്താവളത്തിന് ലഭ്യമായി. അനുവാദമില്ലാതെ മറ്റുള്ളവരുടെ ചിത്രം സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നവർക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകി. 6 മാസം തടവും 1.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ പിഴയുമാണ് ശിക്ഷ. ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യുന്ന പ്രവണത ഏറിവരികയാണെന്നും ഇത് തടയാൻ ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കം കുറിച്ചതായും ദുബായ് പോലീസ് ഭരണ വിഭാഗം അസിസ്റ്റന്റ് കമാൻഡർ മേജർ ജനറൽ മുഹമ്മദ് അൽ ഷരീഫ് പറഞ്ഞു. ദേശീയ വിമോചന ദിനാചരണങ്ങൾക്ക് കുവൈത്ത് ഒരുങ്ങി. ഫെബ്രുവരി മാസം ആരംഭത്തിൽ തന്നെ രാജ്യം ആഘോഷങ്ങൾക്ക് ഒരുങ്ങി തുടങ്ങിയിരുന്നു. രാജ്യത്തിന്റെ പ്രധാന ഭാഗങ്ങളൊക്കെ ദീപാലങ്കാരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എണ്ണ വിലയിടിവ് കുവൈത്ത് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ സമ്പദ്ഘടനയെ ബാധിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ആഘോഷങ്ങളെ ബാധിക്കാതിരിക്കാൻ സർക്കാർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. കുവൈത്ത് ടവർ 5 വർഷങ്ങൾക്ക് ശേഷം ആഘോഷത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. കുവൈത്തിൽ നടന്ന ദേശീയ ആഘോഷങ്ങൾക്കിടയിൽ വാഹനമിടിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. ഇന്ന് വൈകിട്ട് ദസ്മാനിൽ വെച്ചായിരുന്നു അപകടം. മറ്റ് 5 പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. തുർക്കി മുഹമ്മദ് അൽ എറൈൻസിന് മരിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ. പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ദസ്മാൻ റൗണ്ട് അബൌട്ടിന് സമീപം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഇടയിലേക്ക് പിക്കപ്പ് വാൻ ഇടിച്ചു കയറുകയായിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിച്ച സ്വദേശിയായ കുറ്റവാളിയെ ഉടൻ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഷാർജ 2014 അറബ് പ്രസ് തലസ്ഥാനമായി ഷാർജയെ തെരഞ്ഞെടുത്തതായി ഐക്യ അറബ് മീഡിയ കൗൺസിൽ അറിയിച്ചു. ഷാർജ മീഡിയ കോർപ്പറേഷൻ ചെയർമാൻ ഷെയ്ഖ് സുൽത്താൻ ബിൻ അഹമ്മദ് അൽ ഗാസിനിയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തിയത്. മാധ്യമരംഗത്തിന്റെ വളർച്ചയ്ക്ക് അർപ്പിച്ച വിവിധ വൈവിധ്യങ്ങളാണ് ഷാർജയെ ഈ നേട്ടത്തിലേക്ക് നയിച്ചത്. സൗദിയിലേക്ക് മരുന്ന് കടത്തുന്നതിന് പിന്നിൽ സിറിയയ്ക്ക് പങ്കുണ്ടെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം വക്താവ് കേണൽ മർസൂർ അൽ തുർക്കി വ്യക്തമാക്കി. മയക്കുമരുന്ന് കടത്തുന്ന ചിലർ തന്നെ രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനം നടത്തുന്നതായും സൗദി ലക്ഷ്യമിടുന്നു. കഴിഞ്ഞ 4 മാസത്തിനിടെ രാജ്യത്ത് പിടിച്ചെടുത്ത മയക്കുമരുന്ന് ശേഖരം 5 വർഷത്തെ കാലയളവിൽ പിടിച്ചെടുത്തതിനേക്കാൾ കൂടുതലുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ സമയമാറ്റ അഭിപ്രായ സർവേയിലൂടെ മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നത് സ്വന്തം അജണ്ട നടപ്പിലാക്കാനാണെന്ന് നവോദയ സാംസ്കാരിക വേദി. 2 ദിവസം മാത്രം സർവേക്കായി അനുവദിക്കുക വഴി കൂടുതൽ ആളുകൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള അവസരം ഇല്ലാതാക്കുകയാണ് സ്കൂൾ മാനേജ്മെന്റ് ശ്രമം നടത്തുന്നതെന്നും നവോദയ സ്കൂളിലെ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിൽ തങ്ങളുടെ അജണ്ട തന്ത്രപരമായി നടപ്പാക്കാനുള്ള ശ്രമമാണ് മാനേജ്മെന്റിൻ്റെതെന്ന് നവോദയ സാംസ്കാരിക വേദി പ്രസ്താവനയിൽ പറഞ്ഞു. ദിബ്ബ കൈരളി കൾച്ചർ അസോസിയേഷനിൽ നാളെ ഇന്ത്യൻ കോൺസുലർ സേവനം ഉണ്ടായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അഫിഡവിറ്റുകൾ, സാക്ഷ്യപ്പെടുത്തൽ, പവർ ഓഫ് അറ്റോർണി, പാസ്പോർട്ട് അനുബന്ധ സേവനങ്ങൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തണം എന്ന് കൈരളി കൾച്ചർ അസോസിയേഷൻ അഭ്യർത്ഥിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 055 55 97 104 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. തിരൂർ സിദി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് UAE അലുമിനിയുടെ 30 വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടന്ന കുടുംബസംഗമം നാളെ ഷാർജ അബു ഷഹാരയിലുള്ള ബസ്മ റെസിഡന്റ് ഹോട്ടലിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 050 54 59 590 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. ദമാം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കിടങ്ങന്നൂർ മുഴുവേലി നിവാസികളുടെ കൂട്ടായ്മയായ ദർശനം 1ാമത് വാർഷിക സ്നേഹസംഗമം 2016 സംഘടിപ്പിച്ചു. ദർശനം പ്രസിഡന്റ് ചെറിയാൻ കിടങ്ങന്നൂർ അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ പൊതുസമ്മേളനം ദമാം ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. ഗാസി പ്രവാസി സംഘം കേന്ദ്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ONV അനുസ്മരണം നടത്തി. CP അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ മുജീബ് കുറ്റിച്ചിറ അധ്യക്ഷത വഹിച്ചു. സൗദി യാംബുവിലെ സോഷ്യൽ മീഡിയ വാട്സപ്പ് ഗ്രൂപ്പായ വോയിസ് ഓഫ് വേൾഡ് നടത്തുന്ന വാരാന്ത്യ ക്വിസ് മത്സരത്തിലെ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പ്രഥമ വിജയിയായ ഷമീർ കൊണ്ടോട്ടിക്ക് ഗ്രൂപ്പ് അഡ്മിൻ പാനലിലെ പ്രതിനിധീകരിച്ച് മുസ്തഫ മൊറയൂർ ഉപഹാരം നൽകി. ആരോഗ്യ സംരക്ഷണം ഇസ്ലാമിക വീക്ഷണത്തിൽ എന്ന വിഷയത്തിൽ തനിമ അൽഖോബാർ ഘടകം അറബിയ ജലിയാത്തുമിയായി സഹകരിച്ച് ബോധവൽക്കരണ കുടുംബ ക്ലാസ് സംഘടിപ്പിച്ചു. തനിമ സോണൽ വൈസ് പ്രസിഡന്റ് അഷ്റഫ് സലഫി
കാരക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ത്യ ഫ്രട്ടേണിറ്റി ഫോറം ഗത്തീഫ് ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 0502959839 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ലാവ്ലിൻ കേസിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയിൽ കനത്ത തിരിച്ചടി. കോടതിയെ രാഷ്ട്രീയ താൽപര്യത്തിന് ഉപയോഗിക്കരുതെന്ന് ജസ്റ്റിസ് പി ഉബൈദ് സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. ലാവ്ലിൻ കേസിൽ സർക്കാരിന് എന്താണ് ഇത്ര തിടുക്കമെന്ന് ചോദിച്ച കോടതി കേസ് പരിഗണിക്കുന്നത് 2 മാസത്തേക്ക് നീട്ടിവെച്ചു. കേസ് അടിയന്തരമായി പരിഗണിക്കണമെന്ന സർക്കാരിന്റെ ആവശ്യമാണ് കോടതിയുടെ വിമർശനത്തിന് കാരണമായത്. സർക്കാരിന്റെ ആവശ്യം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കേസിലെ എതിർകക്ഷികളുടെ അഭിഭാഷകർ കോടതിയെ ബോധിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയുള്ള നീക്കമാണിത്. ഇതിനെ തുടർന്നാണ് സർക്കാർ നിലപാടിനെ ജസ്റ്റിസ് പി ഉബൈദ് നിശിതമായി വിമർശിച്ചത്. ഈ കേസിൽ സർക്കാരിന് എന്താണ് ഇത്ര തിടുക്കമെന്ന് കോടതി ചോദിച്ചു. രാഷ്ട്രീയ കാര്യങ്ങൾക്കായി കോടതിയെ ഉപയോഗിക്കരുതെന്ന് ജസ്റ്റിസ് പി ഉബൈദ് താക്കീത് നൽകി. അടിയന്തരമായി പരിഗണിക്കേണ്ട സാഹചര്യങ്ങളൊന്നും ഈ കേസിലില്ല. മറ്റു കേസുകളെ അപേക്ഷിച്ച് കൂടുതൽ പരിഗണന നൽകേണ്ട ഒന്നും ഇതിലില്ല. 2000 മുതലുള്ള നിരവധി കേസുകൾ കോടതിയുടെ പരിഗണനയ്ക്കായി കാത്തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ലാവ്ലിൻ കേസ് അടിയന്തരമായി പരിഗണിക്കാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി കേസ് 2 മാസത്തേക്ക് നീട്ടിവെച്ചു. മാർച്ച് 17 കേസ് പരിഗണിക്കണമെന്ന CBI അഭിഭാഷകന്റെ ആവശ്യവും കോടതി അംഗീകരിച്ചില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ലാവ്ലിൻ കേസ് സജീവമായി നിലനിർത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമമാണ് ഇതോടെ പൊളിഞ്ഞത്. ഏതായാലും സർക്കാരിനേറ്റ തിരിച്ചടി കൂടിയായി കോടതി വിധി. ഹൈക്കോടതിയിൽ നിന്നും നിയമകാര്യ ലേഖകൻ PP താജുദ്ദീനൊപ്പം സാലിം മുഹമ്മദ്, കൊച്ചി. ലാവ്ലിൻ കേസിൽ സർക്കാർ ഉപഹർജി നൽകിയതിൽ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ ഭിന്നത. ഉപഹർജി നൽകിയത് ആഭ്യന്തര വകുപ്പിന്റെയും നിയമവകുപ്പിന്റെയും നിർദ്ദേശം മറികടന്ന കേസിൽ ഹൈക്കോടതിയെ സമീപിക്കേണ്ടെന്ന് ചെന്നിത്തല നോട്ട് എഴുതിയിരുന്നു. ഉദ്യോഗസ്ഥരുടെ നോട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ചെന്നിത്തലയുടെ നിലപാട്. അതേസമയം ഉപഹർജി നൽകേണ്ടതില്ലെന്ന് ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയതായി തനിക്കറിയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആരാണ് നൽകിയതെന്ന് തനിക്കറിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലാവ്ലിൻ കേസ് വിചാരണ നടത്തണമെന്ന CBIയുടെ റിവിഷൻ ഹർജി വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ഉപഹർജി നൽകാൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ T ആസിഫ് അലി നിയമവകുപ്പിൽ നിന്ന് അനുമതി തേടി. ഇക്കാര്യത്തിൽ നിയമവകുപ്പിന്റെ നിലപാട് വ്യക്തമാക്കി നിയമ സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറിക്ക് കുറിപ്പ് നൽകി. കേസിൽ പ്രോസിക്യൂട്ടിംഗ് ഏജൻസി CBI ആണെന്നും CBI സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഏജൻസി അല്ലെന്നും ഇക്കാരണത്താൽ സത്യവാങ്മൂലം നൽകാൻ കഴിയില്ലെന്നുമായിരുന്നു നിയമോപദേശം. ഇക്കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കി ആഭ്യന്തര സെക്രട്ടറി ആഭ്യന്തരമന്ത്രിക്ക് കുറിപ്പും നൽകി. ഇരു സെക്രട്ടറിമാരുടെയും കുറിപ്പുകളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ഉപഹർജി നൽകേണ്ടതില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ചു. എന്നാൽ 3 പേരുടെയും റിപ്പോർട്ടുകൾ അവഗണിച്ചാണ് പിന്നീട് സർക്കാർ ഹൈക്കോടതിയിൽ ഉപഹർജി നൽകിയത്. ഉപഹർജി നൽകേണ്ടതില്ലെന്ന് ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു എന്ന ചോദ്യത്തിന് അറിയില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. പിന്നെ ആരാണ് ഉപഹർജി നൽകിയത് എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെയും. അതിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൂടുതൽ അറിയത്തില്ല. അപ്പം പിന്നെ ഞാൻ അറിയാത്ത കാര്യത്തെ കുറിച്ച് ഞാൻ എങ്ങനെയാ പറയുന്നത്? ഉപഹർജി നൽകാൻ ചരടുവലികൾ നടത്തിയ DGP ആസിഫ് അലി വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള ആളാണെന്ന് വ്യക്തമാവുകയാണ്. 1986 മുൻ മുഖ്യമന്ത്രി EK നായനാർക്കെതിരെ മത്സരിച്ച് പരാജയപ്പെടുകയും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ കാര്യങ്ങൾ നോക്കാൻ പ്രതിനിധിയെ വച്ചത് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്ത വ്യക്തി കൂടിയാണ് ആസിഫ് അലി. 1500 രൂപ EK നായനാർക്ക് നഷ്ടപരിഹാരം ഉൾപ്പെടെ നൽകി ഹർജി അന്ന് കോടതി തള്ളുകയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കങ്ങളായിരുന്നു ഉപഹർജിക്ക് പിന്നിലെന്ന് രേഖകളിലൂടെ തന്നെ വ്യക്തമാവുകയുമാണ്. KG ദിനകർ, തിരുവനന്തപുരം. ലാവ്ലിൻ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ KPCC ജനറൽ സെക്രട്ടറി PM സുരേഷ് ബാബു കേസിൽ പിണറായി വിജയനെ വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ ശ്രമിച്ചത് ശരിയായില്ലെന്ന് സുരേഷ് ബാബു അഭിപ്രായപ്പെട്ടു. ഹൈക്കോടതിയിൽ ഉപഹർജി നൽകിയ ഉമ്മൻചാണ്ടിയുടെ നീക്കം പിണറായിയെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനായിരുന്നെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വ്യക്തിപരമായ തേജോവധത്തിലൂടെ രാഷ്ട്രീയത്തെ കാണരുത് എന്ന് വിശ്വസിക്കുന്ന ഒരു തത്വസമിതിയുടെ പ്രവർത്തകനാണ് ഞാൻ. അത് ഇടതുപക്ഷത്തിലാണ് ഏറ്റവും വ്യക്തിപരമായ താല്പര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു തത്വസംഹിതയുള്ള പാർട്ടിയിലാണ് അങ്ങ് അതിൽ വിശ്വസിക്കുന്നു. പക്ഷെ വ്യക്തിപരമായി തന്നെ ഈ തേജോവധം ചെയ്യാനുള്ള കാര്യങ്ങൾ ആരൊക്കെയോ ചെയ്യുന്നതിന് ഉത്തരവാദിത്വം താങ്കളെപ്പോലുള്ളവർക്ക് വേണ്ട എന്നാണ് താങ്കൾ പറഞ്ഞതിന്റെ അർത്ഥം. മുൻപും അത് താങ്കൾ ചർച്ചകളിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ആരെങ്കിലും കുറച്ചു പേർ ചേർന്നിരുന്ന് ആലോചിച്ച് തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടുണ്ടാകുന്നതാണോ? അല്ല, ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഇന്നത്തെ കോടതി വിധി യുക്തിസഹമായ ഒരു കോടതി വിധിയാണ്.
അത് ഞാൻ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായി അംഗീകരിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പറഞ്ഞു. അതായത് ഞാൻ പറഞ്ഞത്, അതിനകത്ത് അസംഷൻസ് ആൻഡ് പ്രിസംഷൻസ് വെച്ചുകൊണ്ടാണ് ഇത്തരമൊരു നിഗമനത്തിലെത്തുന്നത്. പക്ഷെ സാഹചര്യങ്ങൾ അത്തരമൊരു നിഗമനത്തിലെത്താൻ സഹായകരമായത് എന്ന കാര്യം ഞാൻ സമ്മതിക്കുന്നതോടൊപ്പം, അല്ല ഞാൻ അങ്ങനെ വ്യക്തിപരമായി ശ്രീ പിണറായിയെയോ മറ്റേതെങ്കിലും ഒരാളെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ആശയങ്ങളെ എതിർക്കാൻ കോൺഗ്രസ്കാർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രത്തെ എതിർക്കാൻ കമ്മ്യൂണിസ്റ്റുകാരന്റെ കയ്യിലുമുണ്ടല്ലോ. അത് നടത്തിപ്പിന്റെ വശം വന്നു കഴിഞ്ഞാൽ നടത്തിപ്പിലെ വീഴ്ച ചൂണ്ടിക്കാണിച്ച് ഭരണകൂടത്തിനെതിരായും പ്രതിപക്ഷത്തിനെതിരായും പറയാൻ നമുക്കൊരുപാട് കാരണങ്ങളുണ്ടല്ലോ. അതിനകത്ത് എന്തിന് വ്യക്തികളെ കടത്തിവിടണം? അതാണ് ഞങ്ങളുടെയൊക്കെ ചോദ്യം. ഞാനൊക്കെ കാലാകാലമായി എടുത്തു വരുന്നൊരു നിലപാട് അതാണ്. വ്യക്തികളെ ഇതിനകത്ത് കടത്തിവിടേണ്ടുന്നൊരു കാര്യമില്ല, അത് അനാവശ്യമാണ്. അത് അത്തരമൊരു കാര്യം. അതുകൊണ്ട് തന്നെ ശ്രീ പിണറായിയെ രാഷ്ട്രീയമായി ആക്രമിക്കാൻ അവസരം നഷ്ടപ്പെട്ടു എന്ന ചിന്തയിൽ ഞാൻ നിൽക്കുന്നില്ല. അങ്ങനെ ചിന്തിച്ച ആളുകളാണല്ലോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളത് കൊണ്ട് അവർക്ക് ലാവ്ലിൻ കേസിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള സർക്കാരിന്റെ നീക്കത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് കോടതി വിധിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ആഭ്യന്തരമന്ത്രിയുടെയും ആഭ്യന്തര നിയമ സെക്രട്ടറിമാരുടെയും വിയോജിപ്പ് മറികടന്ന ഉമ്മൻചാണ്ടിയുടെ ദുഷ്ലാക്കാണ്. ഇതിനായി തൽസ്ഥാനം ദുരുപയോഗം ചെയ്ത DGP സ്ഥാനം രാജിവെക്കണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ അഴിമതിയിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് ലാവ്ലിൻ ഇളക്കിവിട്ടതെന്നും കോടിയേരി തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. ജുഡീഷ്യറിയെ മാനിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പ്രതികരിച്ചു. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ലാവ്ലിൻ കേസ് സംബന്ധിച്ച ഒരു രാഷ്ട്രീയ പ്രചരണം നടത്താൻ ഹൈക്കോടതിയെ ഉപയോഗിക്കാം എന്ന ദുഷ്ടലാക്കായിരുന്നു UDF സർക്കാരിന്, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നത്. ഉമ്മൻചാണ്ടി നടത്തിയിട്ടുള്ള ആ വഴിവിട്ട ഇടപെടലിന് ആണിന്ന് ഹൈക്കോടതി നിരീക്ഷണം ഇന്ന് കടുത്ത തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. കോടതിയുടെ ഓരോ പരാമർശവും തിരിച്ചടിയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജുഡീഷ്യറിയെ മാനിക്കും. ജുഡീഷ്യറിയുടെ അഭിപ്രായങ്ങളും അവരുടെ നിർദ്ദേശങ്ങളും മാനിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് UDF ഗവൺമെൻറ്. അനുകൂല വിധി വരുമ്പം സിന്ദാബാദും എതിര് വരുമ്പം തിരിച്ചുള്ള നിലപാട് സ്വീകരിക്കത്തില്ല. സ്വകാര്യവൽക്കരണത്തിലൂടെയുള്ള നവീകരണത്തിന് ഊന്നൽ നൽകി കേന്ദ്ര റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചു. നിരക്ക് ചരക്കുകൂലി വർധനവിൽ കാലോചിതമായ മാറ്റം ഭാവിയിൽ വരുത്തും. അധിക വിഭവ സമാഹരണത്തിന് ബജറ്റ് ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും മാർഗങ്ങളെക്കുറിച്ച് മൗനം. 2016-2017 സാമ്പത്തിക വർഷം ഇന്ത്യൻ റെയിൽവേ 1,84,000 കോടി രൂപയുടെ വരുമാനം പ്രതീക്ഷിക്കുന്നുവെന്ന് ബജറ്റ് പറയുന്നു. കൂലികൾ എന്ന് അറിയപ്പെടുന്ന റെയിൽവേ പോർട്ടർമാരുടെ പേര് ഇനി മുതൽ സഹായക് എന്നാക്കി മാറ്റുമെന്നും ബഡ്ജറ്റിൽ പ്രഖ്യാപനം. റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പൂർണ്ണമായും സ്വകാര്യ നിക്ഷേപത്തെ ആശ്രയിക്കുന്ന ബഡ്ജറ്റാണ് കേന്ദ്രമന്ത്രി സുരേഷ് പ്രഭു അവതരിപ്പിച്ചത്. 2016-17 സാമ്പത്തിക വർഷം 1,84,000 കോടി രൂപയുടെ വരുമാനം പ്രതീക്ഷിക്കുന്നു. ഇതിനായി നിരക്ക് വർധനവോ ചരക്കുകൂലി വർധനവോ ഏർപ്പെടുത്തില്ല. പക്ഷേ കാലോചിതമായ മാറ്റം ഇക്കാര്യത്തിൽ വരുത്തുമെന്ന് പരാമർശിച്ച് ഭാവിയിലെ നിരക്ക് വർധനയുള്ള അവസരം ബഡ്ജറ്റ് തുറന്നിടുന്നു. അധിക വിഭവ സമാഹരണം ലക്ഷ്യമിടുന്നെങ്കിലും മാർഗങ്ങളെക്കുറിച്ച് ബഡ്ജറ്റ് മൗനം പാലിക്കുന്നു. മൂലധന നിക്ഷേപമായി കാണിക്കുന്നത് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച LICയുടെ 1.5 കോടി നിക്ഷേപമാണ്. പരസ്യ വരുമാനം വർദ്ധിപ്പിച്ചും റെയിൽപാളങ്ങൾക്ക് സമീപത്തെ ഭൂമി തോട്ടം കൃഷിക്കായി പാട്ടത്തിന് നൽകിയും വരുമാനം കണ്ടെത്തും. തിരക്കേറിയ ബിസിനസ് പാതകളിൽ ഡബിൾ ഡക്കർ ട്രെയിനുകൾ ഓടിക്കും. അടുത്ത 5 വർഷത്തേക്ക് ആധുനികവൽക്കരണത്തിനായി 8.5 ലക്ഷം കോടി രൂപ, 2800 കിലോമീറ്റർ പുതിയ പാതകൾ നിർമ്മിക്കും. നിലവിലുള്ള പാതകളിൽ 2000 കിലോമീറ്റർ ഈ സാമ്പത്തിക വർഷം വൈദ്യുതീകരിക്കും. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള റെയിൽ ഗതാഗതം സുഗമമാക്കാൻ പുതിയ പാതകളും കോറിഡോറും പ്രഖ്യാപിച്ചു. സംസ്ഥാനങ്ങളുമായി ചേർന്ന 44 പുതിയ പദ്ധതികൾ. വിഷൻ 2020 എന്ന് പേരിട്ട് 8 പദ്ധതികൾ ബഡ്ജറ്റിൽ അക്കമിട്ട് നിരത്തുന്നു. 2020ഓടെ ആളില്ലാ ലെവൽ ക്രോസുകൾ നിർത്തലാക്കും. ഇതുവഴി യാത്രാസമയം കുറയും. കേരളത്തിൽ നിന്നും ദില്ലിയിലേക്കുള്ള യാത്രാസമയത്തിലും 8 മണിക്കൂർ കുറവുണ്ടാകുമെന്ന് ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നു. ലെവൽ ക്രോസ് നവീകരണത്തിനായി 400 കോടി രൂപ വകയിരുത്തി. സാധാരണക്കാരെ കയ്യിലെടുക്കാൻ റിസർവേഷൻ ആവശ്യമില്ലാത്ത അന്ത്യോദയ എക്സ്പ്രസുകൾ പ്രഖ്യാപിച്ചു. കൂടാതെ ദീർഘദൂര സർവീസുകളിൽ റിസർവേഷൻ വേണ്ടാത്ത ദീൻദയാൽ എന്ന പേരിലുള്ള പ്രത്യേകം കോച്ചുകൾ ഘടിപ്പിക്കും. റെയിൽവേ പോർട്ടർമാരുടെ പേര് കൂലി എന്നതിൽ നിന്ന് മാറ്റി സഹായക് എന്നാക്കി മാറ്റും. 5 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു രാഷ്ട്രീയ ബഡ്ജറ്റാണ് സുരേഷ് പ്രഭു അവതരിപ്പിച്ചത്.
നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന റെയിൽവേ സംരക്ഷിക്കാനുള്ള ക്രിയാത്മകമായ പദ്ധതികളൊന്നും ബഡ്ജറ്റിലുണ്ടായില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഡൽഹിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. റെയിൽവേ ബഡ്ജറ്റിൽ ഇത്തവണയും കേരളത്തിന് അവഗണന. പാലക്കാട് കോച്ച് ഫാക്ടറിക്ക് തുക വകയിരുത്തിയില്ല. സംസ്ഥാന സഹകരണത്തിലുള്ള സബർബർ ട്രെയിൻ പദ്ധതിക്ക് മാത്രമാണ് പച്ചക്കൊടി ലഭിച്ചത്. ബഡ്ജറ്റ് നിരാശാജനകമെന്ന് കേരള എംപിമാർ പ്രതികരിച്ചു. റെയിൽ ബഡ്ജറ്റിൽ കേരളത്തിന് നിരാശ തന്നെ. സംസ്ഥാനത്തിനായി പുതിയ ട്രെയിനുകൾ പ്രഖ്യാപിച്ചില്ല. പ്രതീക്ഷയർപ്പിച്ചിരുന്ന കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി നിർമ്മാണത്തിനും ചേർത്തല വാഗൺ നിർമ്മാണ യൂണിറ്റിനും ബഡ്ജറ്റിൽ ഇടം കണ്ടെത്താനായില്ല. ബഡ്ജറ്റ് നിരാശാജനകമെന്ന് കേരള എംപിമാർ പ്രതികരിച്ചു. കേരളത്തെ സംബന്ധിച്ച് ഇത്രയേറെ നിരാശാജനകമായ ഒരു ബഡ്ജറ്റ് ചരിത്രത്തിലുണ്ടായിട്ടില്ല. പാർലമെന്റിൽ ഇതുവരെ ഞങ്ങൾ കേട്ട ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഏറ്റവും നിരാശാജനകമാണ് ഈ പ്രാവശ്യം സുരേഷ് പ്രഭു നടത്തിയ ബഡ്ജറ്റ് പ്രസംഗം. സംസ്ഥാന സഹകരണത്തിൽ തിരുവനന്തപുരം ചെങ്ങന്നൂർ സബർബൻ ട്രെയിൻ പദ്ധതി നടപ്പാക്കുമെന്ന് റെയിൽ മന്ത്രി സുരേഷ് പ്രഭു പ്രഖ്യാപിച്ചത് മാത്രമാണ് ആശ്വാസം. നിലവിലുള്ള ഇരട്ടപ്പാതയിൽ ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുക. ചെലവിന്റെ പകുതി സംസ്ഥാനം വഹിക്കും. ശബരിപാതയ്ക്കായി 20 കോടി രൂപ വകയിരുത്തി. ചെങ്ങന്നൂർ സ്റ്റേഷൻ പിൽഗ്രിമേജ് പദ്ധതിയിൽ ഉൾപ്പെടുത്തും. അടിസ്ഥാന സൗകര്യ വികസനത്തിനായാണ് കേരളത്തിനായി കുറച്ചെങ്കിലും തുക അനുവദിച്ചത്. പുതിയ പദ്ധതികളുടെ എന്തെങ്കിലും എണ്ണത്തിൻ്റെ ഒരു പ്രഖ്യാപനമോ അല്ലെങ്കിൽ ഭാവിയിൽ ഇന്ന വിധത്തിൽ നമുക്കൊരു ഗുണം കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള നിലയിലുള്ള വല്ല സാമ്പത്തികമായിട്ടുള്ള പദ്ധതികൾ കമ്മിറ്റ്മെന്റ് വരുന്ന പദ്ധതികളുടെ എന്തെങ്കിലും സൂചന പോലും ഇല്ലാത്ത ഒരു ബജറ്റാണിത്. തിരുവനന്തപുരം കന്യാകുമാരി പാത ഇരട്ടിപ്പിക്കലിന് 320 കോടി രൂപ, എറണാകുളം സ്റ്റേഷനിൽ പിക്ക് ലൈൻ നിർമ്മാണത്തിനായി 3.5 കോടി രൂപ, മുളന്തുരുത്തി കുറുപ്പന്തര പാത ഇരട്ടിപ്പിക്കലിനായി 27 കോടി, അമ്പലപ്പുഴ ഹരിപ്പാട് പാത ഇരട്ടിപ്പിക്കലിനായി 78 കോടിയും ചെങ്ങന്നൂർ ചിങ്ങവനം പാത ഇരട്ടിപ്പിക്കലിന് 35 കോടി രൂപയും അനുവദിച്ചു. എന്നാൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിലടക്കം രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തണമെന്ന ആവശ്യം പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു. ചെറിയ പദ്ധതികൾ പെരുപ്പിച്ചു കാണിച്ചു എന്നതിനപ്പുറം കേരളത്തിന് ഇത്തവണയും പൂർണ്ണ അവഗണന. മനുശങ്കരൻ, ന്യൂസ് ബ്യൂറോ, ദില്ലി. മുഖ്യ വിവരാവകാശ കമ്മീഷണറായി മുൻ വിജിലൻസ് ഡയറക്ടർ വിൻസെന്റ് പോളിനെ നിയമിക്കാൻ തീരുമാനിച്ചു. സെലക്ഷൻ കമ്മിറ്റി അംഗമായ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ വിയോജനക്കുറിപ്പോടെയാണ് അംഗങ്ങളെയും കമ്മീഷണറെയും തെരഞ്ഞെടുത്തത്. ആകെ ലഭിച്ച 245 അപേക്ഷകളിൽ നിന്ന് ചുരുക്കം പട്ടിക തയ്യാറാക്കുകയായിരുന്നു നിയമനം നടന്നത്. സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങളായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി എന്നിവർ ഭൂരിപക്ഷം ഉപയോഗിച്ച് തീരുമാനം എടുക്കുകയായിരുന്നു. ബാർക്കോഴ കേസിൽ മാണിക്കനുകൂലമായ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ വിൻസെന്റ് പോൾ വഹിച്ച പങ്ക് ചെറുതായിരുന്നില്ല. ക്രമവിരുദ്ധമായി സുപ്രീം കോടതി അഭിഭാഷകരുടെ ഉപദേശം തേടിയതും ഹൈക്കോടതിയുടെ പ്രതികൂല പരാമർശങ്ങളും വിൻസെന്റ് പോളിന്റെ പ്രതിച്ഛായ കെടുത്തി. വിവരാവകാശ കമ്മീഷണറുടെ കസേരയിലേക്ക് വിൻസെന്റ് പോൾ വരുന്നതോടെ ഇത് ഉത്തിഷ്ടകാര്യത്തിന് സർക്കാർ നൽകിയ മറ്റൊരു ഉപകാര സ്മരണയാണ്. കേരള പോലീസിലെ ഷെർലക് ഹോംസ് എന്നൊരു വിളിപ്പേരുണ്ടായിരുന്നു വിൻസെന്റ് പോളിന്. ചാരത്തിൽ നിന്ന് പോലും തെളിവുകൾ കണ്ടെടുക്കുന്ന കുശാഗ്രബുദ്ധി വിൻസെന്റ് പോളിനെ കേരള പോലീസിലെ മിടുക്കരായ ഓഫീസർമാരുടെ പട്ടികയിൽ മുൻഗണനക്കാരനാക്കി. സത്യസന്ധവും പ്രൗഢഗംഭീരവുമായ സർവീസ് ജീവിതത്തിന്റെ ഗരിമയൊന്നും അവകാശപ്പെടാനാവാതെയാണ് വിൻസെന്റ് പോൾ തന്റെ കാക്കി അഴിച്ചുവെച്ചത്. KM മാണിക്കെതിരായ ബാർക്കോഴ കേസിൽ തെളിവുകൾ നിരത്തിയ കീഴുദ്യോഗസ്ഥൻ R സുകേഷിന്റെ കണ്ടെത്തലുകളെ മറികടക്കാൻ വിൻസെന്റ് പോൾ ആയുധമാക്കിയത് സുപ്രീം കോടതി അഭിഭാഷകരുടെ നിയമോപദേശത്തെ തന്നെ. സുകേഷിന്റെ റിപ്പോർട്ടിൽ ചുവന്ന മഷി കൊണ്ട് വിൻസെന്റ് പോൾ മാണിക്ക് സ്തുതി കോറിയിട്ടപ്പോൾ തകർന്നടിഞ്ഞത് വിജിലൻസിന്റെയും വിൻസെന്റ് പോളിന്റെയും വിശ്വാസ്യത. വിവരാവകാശ കമ്മീഷണർ കസേരയുടെ പ്രലോഭനമാണ് വിൻസെന്റ് പോളിന്റെ മനസ്സിലാക്കിയതെന്ന് വാർത്തകൾ ഇന്നത്തെ സ്ഥാനലബ്ധിയോടെ പൂർണ്ണമാവുന്നു. ഹൈക്കോടതിയുടെ കനത്ത പ്രഹരം ഏറ്റുവാങ്ങിയ ഉദ്യോഗസ്ഥനെ ഇൻഫർമേഷൻ കമ്മീഷണറാക്കുക വഴി ഉമ്മൻചാണ്ടി ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന സന്ദേശവും പകൽ പോലെ വ്യക്തം. കൂടെ നിന്നാൽ അതിന്റെ പ്രയോജനം നമുക്കെല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിൻസെന്റ് പോളിനെ വിവരാവകാശ കമ്മീഷണറാക്കിയത് സർക്കാരിന്റെ തെറ്റായ സമീപനമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. ബാർക്കോഴ കേസ് അന്വേഷിച്ചതിനുള്ള പ്രതിഫലമാണോ നിയമനമെന്ന് മാധ്യമങ്ങൾ വിലയിരുത്തണമെന്ന് VS തിരുവനന്തപുരത്ത് പറഞ്ഞു. തെറ്റായ ഒരു സമീപനമാണ്. അതിനെ ഞാൻ പ്രതിഷേധിച്ചിട്ടുണ്ട്, വിയോജിച്ചിട്ടുണ്ട്. ബാർക്കോഴയിലെ പ്രത്യുപകാരമാണോ? അതൊക്കെ നിങ്ങൾക്ക് മാധ്യമങ്ങളെന്നുള്ള നിലയിൽ സ്വയം വ്യാഖ്യാനിക്കാവുന്നതാണ്. സോളാർ കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന പരാതി തൃശൂർ വിജിലൻസ് കോടതി തള്ളി. EP ജയരാജനും സരിതാ നായരും പൊതുപ്രവർത്തകൻ PD ജോസഫും ഗൂഢാലോചന നടത്തിയെന്ന പരാതി നിലനിൽക്കില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കോടതി തള്ളിയത്.
സോളാർ കേസിൽ EP ജയരാജൻ MLA, സരിത നായർ, പൊതുപ്രവർത്തകൻ PD ജോസഫ് എന്നിവർ ചേർന്ന് മുഖ്യമന്ത്രിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന പരാതിയാണ് തൃശൂർ വിജിലൻസ് കോടതി തള്ളിയത്. ആരോപണം നിലനിൽക്കുന്നതല്ല എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ലോയേഴ്സ് കോൺഗ്രസിന്റെ പരാതി തള്ളിയത്. സോളാർ കമ്മീഷനിൽ സരിത നായർ നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ PD ജോസഫ് നൽകിയ പരാതിയിലാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രി ആര്യണ്ണ മുഹമ്മദ് എന്നിവർക്കെതിരെ അന്വേഷണം നടത്താൻ തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടത്. സരിത നായരുടെ വെളിപ്പെടുത്തലും PD ജോസഫിന്റെ പരാതിയും ആസൂത്രിതമാണെന്നും ഇതിന് പിന്നിൽ EP ജയരാജൻ ഗൂഢാലോചന നടത്തിയെന്നുമാണ് പരാതിയിലെ ആരോപണം. അഭിഭാഷക കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് AS ശ്യാംകുമാറിന്റെ ഹർജിയിൽ 17-ന് പ്രാഥമികവാദം പൂർത്തിയായിരുന്നു. ഹർജിയിലെ ആക്ഷേപവും സുപ്രീം കോടതിയുടെ നിർവചനങ്ങളും പരിശോധിച്ച ശേഷമാണ് ജഡ്ജ് SS വാസൻ കേസ് തള്ളിയത്. ഇതോടെ സോളാർ കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ CPIM ഗൂഢാലോചന നടത്തിയെന്ന UDFന്റെ വാദമാണ് പൊളിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. G. ദേവരാജൻ സ്വരലയ സംഗീത പുരസ്കാരം ബോംബെ ജയശ്രീക്ക് സമ്മാനിച്ചു. LRE, ശ്വരി, P. മാധുരി എന്നിവർക്ക് സ്വരലയുടെ KPAC സുലോചന പുരസ്കാരങ്ങളും നടി ഷീലയ്ക്ക് പട്ടത്തുള്ള കരുണാകരൻ സ്മാരക പുരസ്കാരവും സമ്മാനിച്ചു. കൊല്ലത്ത് നടന്ന ചടങ്ങിൽ ഗായകൻ KJ യേശുദാസ് അവാർഡുകൾ വിതരണം ചെയ്തു. തുടർന്ന് യേശുദാസും അവാർഡ് ജേതാക്കളും ചേർന്ന് ദേവരാജ സന്ധ്യ എന്ന സംഗീത പരിപാടി ONV കുറുപ്പിന് സമർപ്പിച്ചു. ചടങ്ങ് MA ബേബി ഉദ്ഘാടനം ചെയ്തു. മേയർ V. രാജേന്ദ്രബാബു അധ്യക്ഷനായിരുന്നു. ആയുധം കൈവശം വെച്ചെന്ന കേസിൽ യർവാധ സെൻട്രൽ ജയിലിൽ കഴിഞ്ഞ നടൻ സഞ്ജയ് ദത്ത് ജയിൽ മോചിതനായി. 42 മാസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് സഞ്ജയ് ദത്ത് പുറത്തിറങ്ങിയത്. ഭാര്യ മനിയും കുട്ടികളും അടുത്ത ബന്ധുക്കളും അദ്ദേഹത്തെ സ്വീകരിക്കാൻ ജയിലിലെത്തി. 1993 മുംബൈ സ്ഫോടന പരമ്പരയുടെ സമയത്ത് അനധികൃതമായി ആയുധം കൈവശം വെച്ച കേസിൽ 5 വർഷം തടവാണ് സഞ്ജയ് ദത്തിന് വിധിച്ചത്. ഒക്ടോബർ വരെ ജയിൽ കഴിയേണ്ടിയിരുന്ന സഞ്ജയ് ദത്തിനെ നല്ല നടപ്പ് പരിഗണിച്ചാണ് ജയിൽ അധികൃതർ മോചിപ്പിച്ചത്.